ഇവരുടെ ഫേസ് വരാതിരുന്നാണ് സ്ത്രീയുടെ നമസ്കാരം. ഞാൻ പൂവച്ചൽ വഴി വന്നപ്പോൾ ഇവിടെ നാടൻ പച്ചക്കറികൾ മാത്രം വിൽക്കുന്ന ഒരു ചെറിയ ഒരു തട്ട് പോലൊരു സംഭവം കണ്ടു. ഈ പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുക, അത് വിൽക്കുക, അതായത് സ്വന്തം ഉൽപ്പന്നം സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിനാണ് നമ്മൾ ഇറങ്ങിയത്. സംസാരിക്കാം, അതായത് കച്ചവടത്തിനിടയിൽ ശല്യപ്പെടുത്തേണ്ട, കച്ചവടം നടക്കട്ടെ, നമുക്ക് അതിന് ശേഷം സംസാരിക്കാം. പടവലങ്ങ, പപ്പായ, കണ്ടല്ലേ അപ്പോൾ ഇത് 60 നമസ്കാരം. കച്ചവടം കഴിയട്ടെന്ന് വിചാരിച്ച് ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെയാണ്? പടവലം, പപ്പായ, പാവയ്ക്ക, ഇവിടെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന അയലത്തും ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവർ സ്വന്തം കട തന്നെ. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു തട്ടിട്ട കച്ചവടം. അപ്പോൾ അത് ടെക്സ്റ്റൈൽസ് നടത്തുന്നത് നമ്മൾ തന്നെ. ഭാര്യയും മോളും തുണി കച്ചവടം, നമ്മൾ ഭക്ഷണ കച്ചവടം. മഴ ആയതുകൊണ്ട് തുണികൾ വെളിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അല്ല, ഞാനിത് തട്ട് കണ്ടപ്പോൾ ഇതെല്ലാം എനിക്ക് മനസ്സിലായി ഇത് നാട്ടിലെ പച്ചക്കറികളാണെന്ന്. അതായത് നമ്മൾ ഇവിടെ വിളയിക്കുന്ന തന്നെയാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നിർത്തി ഇറങ്ങി. അതിൻ്റെ ഒരു ചന്തം കാണുമ്പോൾ തന്നെ ഇത് നാട്ടിലെ സാധനം തന്നെയാണ്. പപ്പായ എല്ലാം ഇവിടെ തന്നെ ഉള്ളത്. ഇത് വെള്ളരി, പയറും ഇവിടെ തന്നെ. ഇതുണ്ട്, മരച്ചീനിയുണ്ട്. മറ്റേ ഇത് സാധാരണ വെള്ളരി, മറ്റേ സലാഡ് വെള്ളരി തന്നെ. വേറൊരു കളറിലാണല്ലോ സാധനം വരുന്നത്. അല്ല, നമ്മുടെ വെള്ളായനിലൊക്കെ കിട്ടുമല്ലോ. വെള്ളായനി. അപ്പോൾ ഇത് ഈ പച്ചക്കറി അല്ല, ഇത് ഒരു വരുമാന മാർഗമാണ്. ഒരു ചീര അല്ലെങ്കിൽ കീര എന്ന് പറയുന്ന സാധനമുണ്ട്, ചീരയുണ്ട്. അപ്പോൾ ഇത് ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിലാണോ ഒരു ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത്? വരുമാന മാർഗം കൂടാണ്. വരുമാന മാർഗമാണ് പ്രധാനം. അങ്ങനെയാണെങ്കിൽ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് എടുത്ത് കച്ചവടം ചെയ്താൽ പോലും അതിന് കൂടുതൽ ലാഭം കിട്ടുന്നില്ല. അല്ല, ഇപ്പം നാട്ടിൽ തന്നെ കച്ചവടം ചെയ്യണമെങ്കിൽ അതിനോട് ഒരു ഇഷ്ടം കൂടെ ഉണ്ട്. ആളുകൾ നാടനായതുകൊണ്ട് വാങ്ങിക്കുന്നു. ഇത് ഒരു ജീവിതമാർഗം എന്ന് പറഞ്ഞല്ലോ. ജീവിതമാർഗം എന്നുള്ള രീതിയിൽ ഇത് ഓക്കെയാണ്. ഒരു ദിവസം രാവിലെ വൈകുന്നേരം വരെ ഉണ്ട്. എപ്പം? രാവിലെ ഞാൻ 12 വരെ. 9 മണി വീട്ടിൽ 9 മണി വരെ ഇവിടെ ഉണ്ടാവും. 9 മണി വരെ ഇവിടെ ഉണ്ടാവും. ഇപ്പം രാവിലെ വരില്ല, വെളുപ്പിനെ കാണത്തില്ല. ഡെയിലി കളക്ഷനാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് എല്ലാ സാധനം അവിടെ നിന്ന് തൂക്കിയെടുക്കുമോ? അവർക്ക് കാശ് കൊടുക്കണ്ടേ? ബന്ധുക്കളാണ്, എന്നാലും അവർക്ക് കാശ് കൊടുക്കണം. അവർ കഷ്ടപ്പെട്ട് വിളയിക്കുന്നല്ലേ. നമ്മുടെ സ്വന്തം വിളയുന്നുണ്ടോ? കൂമ്പ് എല്ലാം എന്താ സംഭവം? മെഴുകുവരട്ടെ, നിത്യ വഴുതാന അല്ലേ എന്നാണ് എൻ്റെ പേര്. ഇത് പൂവാണോ? കാവ് ഇതേപോലെ എടുത്താൽ ചെയ്യാം. നമ്മളിവിടെ അല്ല, എറണാകുളത്ത് താമസിക്കുക. എന്ത് ചെയ്യാനാണ്? വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഒരു സാധനം വാങ്ങിക്കാനുള്ള നിവൃത്തിയില്ല. പാവയ്ക്ക കണ്ട, ഈ പാവയ്ക്കയുടെയൊക്കെ മുഴുപ്പും സൗന്ദര്യവും ചന്തമൊക്കെ കണ്ടോ? ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അഴുക്കും കീടനാശിനി എന്ന് അടിച്ചു. ഇവിടെ കീടനാശിനി ഉപയോഗിക്കാറുണ്ടോ? ചാണകപ്പൊടി, കോഴിക്കാലും പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പപ്പായ ഒക്കെ ഇരിക്കുന്നുണ്ടോ? പപ്പായ ഒന്നും ഇതിനകത്ത്
മറ്റേ മുഴുത്ത് വിഴുങ്ങിയതുപോലെ അല്ല ഇരിക്കുന്നത്, അങ്ങനെ അല്ലാത്ത സാധനമാണ്. പടവലങ്ങ പിന്നെ ഇവിടെ ആവശ്യം പോലെ വിളിക്കും. എല്ലാം ഇവിടെ ഉള്ളതാണ്. ഡെയിലി കളക്ഷൻ അവിടെ കയറി പോയായിരുന്നു. എന്തൊക്കെയുണ്ട് കച്ചവടം നോക്കാറുണ്ടോ? രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടോ? ഈ ഞാനിന്ന് ഡെയിലി ഇത്ര രൂപയുടെ പച്ചക്കറി വിറ്റു, അവിടെ ഇത്ര രൂപയുടെ തുണി. മൂന്ന് പേരും പെമ്മക്കളാണ്. മോളാണിത് അല്ലേ? പേരെന്താ? വിനു. ഇവിടെ അടുത്ത് തന്നെ സ്ഥലം, പൂവച്ചൽ തന്നെ നമ്മുടെ നാട്. വൈഫും 3 മക്കളും. വൈഫും 3 മക്കളും കൂടെ കട പോകും. അവര് പോയി. ഒരു മോനും ഒരു വൈഫും ഒരു മോളേ ഉള്ളൂ. അവരത് മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? +2 പഠിക്കുന്നു. ഇതാണ് സാലഡ് കുക്കുംബർ അല്ലേ? ഇതെല്ലാം ഇവിടെ തന്നെ. കപ്പ, ചീര എല്ലാം ഇവിടെ. അപ്പോൾ ഇതൊരു ജീവിതമാർഗം എന്നുള്ള രീതിയിൽ ഇത്രയും സാധനങ്ങളുമായിട്ട് ഇത് കാണുമ്പോൾ, ഇത് വൈഡായിട്ടൊന്ന് നോക്കി, ഇത് കാണുമ്പോൾ തന്നെ ഇത് ഒന്ന് നിർത്തി വാങ്ങിക്കണമെന്ന് തോന്നുന്നു ആളുകൾ. അങ്ങനെ വരുന്നവരൊക്കെ വാങ്ങിക്കും. നമ്മൾ ഡെയിലി കൊണ്ടുവയ്ക്കുന്ന സാധനം ഒന്നും തീരും. നാളത്തേക്ക് മിച്ചമാണെന്ന് പറഞ്ഞു. നാളത്തേക്കില്ല, തീരും. സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടാവും. നമുക്ക് നിർഭാഗ്യവശാൽ ഞങ്ങൾ ദൂരെ ആയിപ്പോയതുകൊണ്ട് ഈ പച്ചക്കറി ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ട് കഥയില്ല. വേണമെങ്കിൽ ഒരു പപ്പായ വാങ്ങിക്കാം, കാരണം ഇതിരുന്ന് പഴുകുമല്ലോ. ഒരു അധികം വലുതല്ലാത്തൊരു ചെറിയ പപ്പായ ഏതാ നല്ലത്? ഒരു ചെറിയ ഒരു പപ്പായ നോക്കി ഒരെണ്ണം തന്നാൽ. ആ ഇത് വേറെ ഐറ്റമാണ്. എന്താ നല്ല ചതക്കട്ടിയുള്ള ഇത് വേറെ ഐറ്റം, ഇതുണ്ട് വേറെ. ഇത് ഫുള്ള് ചതയാണ് ഇതിനകത്ത്. മറ്റേതിനകത്തൊന്നും ഇല്ല. ഇതിനകത്തോ ഇല്ലില്ല. അതും കൊള്ളാം, ഇതും കൊള്ളാം. അത് വേറെ ക്വാളിറ്റി, ഇത് വേറെ ക്വാളിറ്റി. ഇതിൽ നമുക്ക് ഞാൻ ഇവിടെ ഷൂട്ടിങ് വരുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം ഇരുന്ന് പഴുത്താൽ ചെയ്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിക്കുന്നേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ കയറിയതുകൊണ്ട് വേറെ ഒന്നും വാങ്ങിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ തരുന്നത് ഏതെങ്കിലും ഒന്ന് നോക്കിയിട്ട് ചെറുത് മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് കയറി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണമെന്ന് തോന്നത്തില്ലേ? കാരണം നല്ലത് വാങ്ങിക്കാമെന്നുള്ള മനസ്സിൽ ചിന്തയുള്ളവർക്ക് പൂവച്ചൽ വഴി പാസ് ചെയ്യുമ്പോൾ ഇവിടെ കയറാം. ബിനുവിൻ്റെ പ്രത്യേകിച്ച് പേരില്ലാത്ത ഈ വെജിറ്റബിൾ കടയിൽ കയറി ഇത് വാങ്ങിക്കാം. നാടൻ വെജിറ്റബിൾസ് മാത്രം. ഇത് എത്ര ആഴ്ചയായി? പിന്നെ ഒരേ ഒരു കാര്യമുള്ളൂ എനിക്കിവിടെ ചേരാത്തത്, ഈ പ്ലാസ്റ്റിക് കവർ. അല്ല, എനിക്ക് കുഴപ്പമില്ല. എനിക്കിത് പേപ്പറും വേണ്ട, ഞാനിത് വണ്ടി വയ്ക്കാനാണ്. ഇതിങ്ങനെ കൈ തന്നു. എത്ര ആഴ്ച? മതി മതി. ഇത് കിലോയ്ക്ക് എത്രയാണ്? ഇത് കിലോയ്ക്ക് എത്രയാണ്? 50. 850. എന്നാല് എണ്ണം 400 രൂപ. 400 രൂപ അല്ല, 40 രൂപ. 400. അത് മതി. ഇത് ഞാൻ ഈ പരിധി കൊണ്ടു. ഒരെണ്ണം എനിക്ക് ഷുഗറൊന്നും ഇല്ല. അതല്ല, ഓക്കെ, ഷുഗറൊന്നും ഇല്ല. ഒരെണ്ണം തന്നാൽ മതി. ഒരെണ്ണം. സന്തോഷം. ഞാൻ ഇത്രയും സാധനം തൽക്കാലം വാങ്ങിക്കുന്നുള്ളൂ. ഇനി എപ്പോഴെങ്കിലും കുടുംബമായിട്ട് ഇവിടെ ഉള്ളപ്പോൾ പാചകം ചെയ്യുന്ന സമയത്ത് പൂച്ചലൊന്നും വാങ്ങിക്കും. നല്ല സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ തന്നെ വാങ്ങിച്ച് കഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കും. ആശുപത്രിയിൽ പോകുന്ന ദിവസങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. താങ്ക് യു. അപ്പോൾ ഹനുമാൻ്റെ ഗത പോലെ 2 സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിച്ചിരുന്നത് ഷീനാസ് ടെക്സ്റ്റൈൽസ് ആണ്. അദ്ദേഹത്തിൻ്റെ വൈഫും മോളും ഒക്കെ താമസിച്ചത്. അപ്പോൾ പൂവച്ചലിലുള്ള ഷീനാസ് ടെക്സ്റ്റൈൽസും അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഈ കടയിൽ ഇതുവഴി പാസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി ആരെങ്കിലും അഥവാ അറിയാത്തവർ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 12 മണി മുതൽ ഇവിടെ വെയിറ്റ് കൊണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതുപോലുള്ള പിള്ളേർ ഇവിടെ ഉണ്ട്. ഇവന്മാരെ തൂക്കി വിട്ടാൽ കിട്ടുന്ന സാധനങ്ങളല്ല.